ചേർന്ന് ഇന്ന് പുറത്തിറക്കിയിട്ടുള്ളത്. പ്രതിഭാശാലിയായ ഒരു കലാകാരൻ എന്നാണ് എനിക്ക് വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ആർക്കൊന്നും തോന്നരുത്, ഞാൻ സിനിമ ഒരുപാട് ആസ്വദിക്കുന്ന ഒരാളാണെങ്കിലും ഞാൻ കാണാത്തൊരു സാധനമാണ് ഈ ബിഗ് ബോസ് എന്ന് പറയുന്നത്. പക്ഷേ മലയാളികൾക്ക് അഖിലിനെ പരിചയം ബിഗ് ബോസ് എന്ന ഒരു സീരീസിലൂടെയാണ്. ആ പ്രോഗ്രാമിലാണ് മലയാളികളുടെ മനസ്സിൽ അഖിൽ ഇടം നേടിയത്. ഞാൻ കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ ഒരു വീഡിയോ കാണുകയായിരുന്നു. ഒരു ചെറുപ്പക്കാരൻ ഒരു ജ്യൂസ് കടയിൽ നിന്ന് ജ്യൂസ് അടിച്ചു കൊടുക്കുന്ന ഒരു സംഭവം ഞാൻ കണ്ടു. അത് മറ്റാരുമല്ല, അഖിലായിരുന്നു. ജീവിതത്തിൽ ഒരുപാട് വെല്ലുവിളികൾ അതിജീവിച്ച് ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്ത് തൻ്റെ നിശ്ചയദാർഢ്യം കൊണ്ടും ആത്മവിശ്വാസം കൊണ്ടും നേടിയെടുത്ത ഒരു സ്ഥാനമാണ് മലയാളികളുടെ പൊതു മനസ്സുകളിൽ ഇടങ്ങളിൽ. അതാണ് അഖിൽ മാരാർ. അഖിൽ മാരാർ എന്ന നടൻ എങ്ങനെ പെർഫോം ചെയ്തു എന്ന് വിലയിരുത്തേണ്ടത്. എനിക്കിപ്പോഴും ടീസർ കണ്ടിട്ട് എനിക്ക് ഒരു സംശയമുള്ളത് വില്ലനാണോ ഹീറോ ആണോ എന്നുള്ളതാണ്. കാരണം അതിലെ ഷോർട്സ് കാണുമ്പോൾ വളരെ നന്നായി ഒരു യങ് ടീമിൻ്റെ ഒരു പ്രൊഡക്ഷൻ, നല്ല മനോഹരമായ ഷോർട്സും ആംഗിൾസും കണ്ടു. സിനിമ ആസ്വദിക്കുന്ന ഒരാളെന്നുള്ള രീതിയിലുള്ള അഭിപ്രായം മാത്രമാണ്. ഇന്നലെ 3 മണിയായി രാവിലെ F1 ഫോർമുല കണ്ടിട്ട് F1 കണ്ടു കഴിഞ്ഞ് വന്ന് രാത്രി ഇന്നലെ 11:30 ഷോയ്ക്കാണ് പോയത്. അപ്പോൾ സിനിമ എല്ലാം കാണാൻ ശ്രമിക്കുന്ന ഒരാളാണ്. യങ്സ്റ്റേഴ്സിൻ്റെ ഒരു ടീമിൻ്റെ നല്ലൊരു ആശയം മിഡ് നൈറ്റ് ഇൻ മുള്ളംകൊല്ലി. എനിക്ക് തോന്നുന്നു അഖിലിൻ്റെ ഇടപെടൽ കൊണ്ടും നല്ലൊരു ടീമിൻ്റെ പ്രവർത്തനം കൊണ്ടും മലയാളികൾ സ്വീകരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അത് ടീസർ വളരെ നന്നായി വന്നിട്ടുണ്ട്. ഞാൻ ഐ എം വിഷിംഗ് ദി എൻറ്റയർ ടീം ദ വെരി ബെസ്റ്റ് വിഷസ്. അപ്പോൾ നമ്മളെല്ലാവരും അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. ഏതായാലും അഖില് ഞങ്ങളുടെ എല്ലാം ഒരു നല്ല സുഹൃത്താണ്. അഖിലിന് എല്ലാവിധ ആശംസകളും നേരുന്നു. അദ്ദേഹം ചുവട് വയ്ക്കുന്ന, ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം എല്ലാത്തിനും അതിജീവിച്ച് വന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ സിനിമയിലും അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ ഒരു സ്ഥാനം ഉറപ്പിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. ഐ വിഷ് ഹിം ആൻഡ് ദി എൻറ്റയർ ടീം ദ വെരി ബെസ്റ്റ്. താങ്ക് യു. പ്രിയപ്പെട്ട അഖിലിൻ്റെ വളരെ നല്ലൊരു സ്റ്റാർട്ടിങ് ആവട്ടെ എന്നാണ് ഞാൻ ആശംസിക്കുന്നത്. തീർച്ചയായിട്ടും അഖിലിനെ ഹൈബി പറഞ്ഞ പോലെ മലയാളത്തിന് പരിചയം ബിഗ് ബോസിലൂടെയാണ്. ഹൈബിയുടെ കൂട്ടാണ് ഞാനും കാണാറില്ല. ഞാനും അങ്ങനെ കാണുന്നൊരു പരിപാടിയല്ല. എങ്കിൽ പോലും എൻ്റെ ഇലക്ഷൻ സമയത്ത് എൻ്റെ പ്രചരണത്തിന് വേണ്ടി അഖില് വളരെയധികം വന്നു. തൊട്ട് മുമ്പ് എൻ്റെ പിതാവിൻ്റെ പേരിലുള്ള കുടുംബസംഘം വന്നപ്പോഴും വന്നു. അങ്ങനെ അടുത്ത ബന്ധം അദ്ദേഹവുമായിട്ട് ഉണ്ട്. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ എല്ലാ ആശംസകളും അദ്ദേഹത്തിൻ്റെ വെഞ്ചുവറിന് നേരുകയാണ്. ട്രെയിലറ് എനിക്ക് തോന്നുന്നു നല്ലൊരു സ്റ്റാർട്ടിംഗ് ആയിട്ട് ഞാൻ കണക്കാക്കിയാണ്. നല്ലൊരു ഫിലിമിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് ആയിട്ട് ഞാൻ കണക്കാക്കിയാണ്. വലിയൊരു സക്സസ്സായി മാറട്ടെ. അഖിലിൻ്റെ ജീവിതം പോലെ തന്നെ തുടക്കം തൊട്ട് ഇങ്ങോട്ട് സക്സസ് ആയതുപോലെ തന്നെ ഈ ഫിലിമും തുടക്കം തൊട്ട് സക്സസ്സായി വലിയൊരു ഹിറ്റായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. നമസ്കാരം. ഓൺലൈനിലൊക്കെ വന്നിട്ട് മറ്റുള്ളവരെ കൊല്ലുന്നതാണ് സാധാരണ കാണാറ്. അപ്പം അഖില് വന്നിട്ട് ഒരു പടം ചെയ്യുമ്പം ആ ടൈറ്റിലിൽ പോലും ആ കൊല്ലലിൻ്റെ ഒരു ഇത് ചേർത്തിട്ട് മുള്ളംകൊല്ലി എന്ന് പറഞ്ഞ് പ്രേക്ഷകർക്ക് മുന്നിൽ വരുവാണ്. വളരെയധികം സന്തോഷം. ഞാൻ ഒരു വർഷം കണ്ണൂർ പോയിക്കൊണ്ടിട്ടിരുന്നപ്പോൾ ആ ഫ്ലൈറ്റിൽ അഖിലും ഉണ്ടായിരുന്നു. അപ്പം ഈ പടത്തിൻ്റെ ഞാനൊരു പടം ചെയ്യുന്നുണ്ട്, പടത്തിൻ്റെ ഷൂട്ട് നടക്കുവാണ് എന്ന് പറഞ്ഞു. അപ്പം ആ സിനിമയുടെ ട്രെയിലർ ലോഞ്ചാണ് ഇന്ന്. വളരെ ഭംഗിയായിട്ട് ഒരു പുതുമുഖം എന്നുള്ള രീതിയിൽ സിനിമയിൽ അഖില് അഭിനയിക്കുന്ന പുതുമുഖമായിട്ടാണെങ്കിലും നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള നല്ല എഫേർട്ട് എടുക്കുന്ന സ്മാർട്ടായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ തന്നെയാണ് അഖിലിന്. അപ്പം ഈ സിനിമയുടെ മുന്നിലും പിന്നിലും പ്രവർത്തിച്ച എല്ലാവർക്കും, അഭിനേതാക്കളായിക്കോട്ടെ, മറ്റ് ടെക്നീഷ്യൻ ആയിക്കോട്ടെ, ഇതിൻ്റെ ഡയറക്ടർ ആയിക്കോട്ടെ, എല്ലാവർക്കും ഒരു വലിയ വിജയം ആശംസിക്കുകയാണ്. ഓൾ ദി വെരി ബെസ്റ്റ്. അവൻ്റെ വളർച്ച അടുത്തുനിന്ന് കാണാൻ പറ്റിയ ഒരാളാണ് ഞാൻ. കാരണം ഞാനും അഖിലും ഒക്കെ തുടങ്ങുന്ന ഒരേ സമയത്താണ്. ഇങ്ങനെ സിനിമയ്ക്ക് വേണ്ടി ആഗ്രഹിച്ച് നടക്കുന്ന ഒരു കാലത്ത് ഞങ്ങൾ പലപ്പോഴും ഒരുമിച്ച് നിന്ന് സങ്കടം പറഞ്ഞിട്ടുണ്ട്. അപ്പോഴൊക്കെ അഖിൽ പറയുന്നൊരു കാര്യമുണ്ട്, അളിയ
ഞാൻ ഉടനെ തന്നെ ഞാനും സിനിമ ചെയ്യും. അവൻ സിനിമ ഡയറക്റ്റ് ചെയ്തു. ബിഗ് ബോസിൽ പോയി. ഈ ബിഗ് ബോസിൽ പോകുന്ന സമയത്ത് ഞാൻ അഖിലോട് പറയുന്നത്, ഒന്നെങ്കിൽ നീ ആയിത്തറ വണ്ടി തന്നെ അടി ഉണ്ടാക്കി ഇറങ്ങി വരും, അല്ലെങ്കിൽ നീ കപ്പോട്ട് വരും. അങ്ങനെ കപ്പോട്ട് വന്നു. ഇനി എനിക്ക് ഈ പടം കാണുമ്പോൾ എനിക്ക് അതിശയമൊന്നുമില്ല. നാളെ രാജമൗലി സാറിന്റെ പടത്തിൽ അവൻ അഭിനയിക്കാൻ പറയുന്നതിന് വലിയ അതിശയമൊന്നും പറയാനില്ല. അവൻ അങ്ങനെ എത്തും എവിടെയെങ്കിലും ഒക്കെ. അപ്പൊ അത് ഹാർഡ് വർക്ക് തന്നെയാണ്. അപ്പം നിന്റെ ദിവസമാണ്, നിന്റെ ഹാർഡ് വർക്കാണ് ഈ കാണുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിൽ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് സുഹൃത്തുന്ന രീതിയിൽ. അപ്പൊ ഇനിയും ഒരുപാട് ഉയർച്ച അഖിലിന് കിട്ടട്ടെ. ഒപ്പം ഇതിൽ വർക്ക് ചെയ്ത എല്ലാവർക്കും ആശംസകൾ. അഭിനയിച്ച എല്ലാവർക്കും, ടെക്നീഷ്യൻസിനും ഒക്കെ ഈ സിനിമ ഒരു വലിയ വിജയമാവട്ടെ ഞാൻ ആശംസിക്കുകയാണ്. താങ്ക് യു. പറഞ്ഞ പോലെ ഞാനും അഭിയൊക്കെ ഒരേ സമയത്ത് സിനിമകൾ ചെയ്തു തുടങ്ങിയതാണ്. ആ സമയത്ത് തന്നെ അഖിൽ ഞങ്ങളുടെ കൂട്ടത്തിൽ വന്ന ആളാണ്. അപ്പൊ ഞങ്ങൾ ബാക്കിലിരുന്ന് പറയായിരുന്നു, ഒരു അതിശയവുമില്ല അഖിൽ ഇപ്പൊ ചെയ്യുന്ന കാര്യങ്ങളിൽ. കാരണം എനിക്ക് ഏറ്റവും 2018-19 സമയത്ത് ഞാൻ ജോസഫ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്ന സമയത്ത് എനിക്ക് അഖിൽ കുറെ ഫുഡും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ ഒരുപാട് സമയത്ത് കൂടിയിട്ടുണ്ട്. ആ സമയത്ത് തന്നെ അഖിൽ പറയുന്ന തോട്ട്സ് ഇതൊക്കെ ഇപ്പൊ സംഭവിക്കാനാണെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ അതിന്റെ അപ്പുറം അഖില് സംഭവിപ്പിച്ച് കാണിച്ചു തന്നു എന്നുള്ളതാണ്. അത് ഈ പറഞ്ഞ അഭി പറഞ്ഞ പോലെ ബിഗ് ബോസില് ആ കിരീടം ചൂടി നിൽക്കുമ്പോൾ ഏറ്റവും അഭിമാനിച്ച കുറച്ച് ആൾക്കാരിൽ ഒരാൾ ഞാനായിരുന്നു. കാരണം അഖില് നമ്മളോട് ഷെയർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കില്ല എന്ന് നമ്മൾ തെറ്റിദ്ധരിച്ച കാര്യങ്ങൾ സംഭവിപ്പിച്ചെടുത്ത ആളാണ്. അപ്പോൾ ശരിക്കും ഒരു റോൾ മോഡൽ തന്നെയാണ്. അപ്പൊ ഞാൻ ഇന്നലെ ഒരു ഇന്റർവ്യൂ സുമതി വളവിനെ റിലേറ്റ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് അഭിലാഷിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഞാൻ അങ്ങനെ കണക്ട് ചെയ്ത് പറഞ്ഞത് അഖിലിനെയാണ്. കാരണം ഈ രണ്ടുപേരുടെ DNA വേറെയാണെങ്കിലും രണ്ടുപേരുടെ രീതികൾ ഒന്നാണ്. രണ്ടുപേരുടെയും സ്വപ്നങ്ങളെ എത്തി. യഥാർത്ഥത്തിൽ ആസാദിക്കയിലൂടെയാണ് വരുന്നത്. ഡയറക്ടറിനെ മുമ്പ് വിളിച്ചിരുന്നെങ്കിലും ഞാൻ അന്ന് ജർമ്മനിയിലായിരുന്ന സമയത്ത് ഞാൻ ഒഴിഞ്ഞതാണ്. എന്നെ ഇങ്ങനെ പല പടങ്ങൾക്കും മുമ്പ് പലരും സംസാരിച്ചപ്പോഴും ഞാൻ പലവിധ കാരണങ്ങളാൽ എനിക്ക് പങ്കെടുക്കാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ ഡയറക്ടർ ആദ്യം വിളിച്ച സമയത്ത് ഞാനന്ന് വരാൻ പറ്റില്ലെന്ന് പറഞ്ഞു. പിന്നീട് ആസാദൊക്കെ ഭയങ്കരമായിട്ട് പുഷ് ചെയ്യണത്. അതെന്തോ ആസാദിക്കയിലൂടെ എനിക്ക് തോന്നി ഇങ്ങനെ ഒരു നിയോഗം എനിക്ക് ഉണ്ടായിരിക്കാം, ഞാനിത് ചെയ്യണം എന്നൊരു തീരുമാനം ഉണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ ഒഴിഞ്ഞു മാറാൻ എത്രയൊക്കെ ശ്രമിച്ചിട്ടും എന്നെ പിടിച്ചു വലിച്ചുകൊണ്ടൊന്ന് അഭിനയിപ്പിച്ച ഒരാളാണ്. അതിൻ്റെ നന്ദി ഞാൻ ആദ്യം അറിയിക്കുകയാണ്. പിന്നീട് ഇന്ന് ഇപ്പോൾ ഈ ഇവന്റിലേക്ക് എത്തുന്ന സമയത്ത് അതുപോലെ എൻ്റെ പ്രൊഡ്യൂസർ പ്രൊസീജറും ഈ സിനിമയുടെ ക്യാമറമാൻ എൽബൻ മാസ്റ്റർ ഉൾപ്പെടെ എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. ഈ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് മികച്ച രീതിയിൽ ചെയ്തൊരു സിനിമയാണ് മുള്ളംകൊല്ലി. ബഡ്ജറ്റ് കൊണ്ട് വളരെ ചെറുതും എന്നാൽ കണ്ടന്റും ക്വാളിറ്റിയും കൊണ്ട് ഒരു വലിയ സിനിമയാണ് മുള്ളംകൊല്ലി. വളരെ ചെറിയ പൈസയ്ക്ക് ഇന്ന് മലയാള സിനിമ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി സിനിമ വിറ്റുപോകാത്തതും സിനിമയുടെ ബഡ്ജറ്റ് കൂടി പോകുന്നതാണ്. എങ്ങനെ ഒരു ചെറിയ ബഡ്ജറ്റിൽ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാതെ ഒരു സിനിമ എങ്ങനെ ചെയ്യാമെന്നത് പഠിക്കാൻ പറ്റിയ ഒരു നല്ല പ്രൊഡക്ഷൻ ടീമാണ് മുള്ളംകൊല്ലിയുടെ എന്നുള്ള കാര്യം എനിക്ക് 100% ഉറപ്പാണ്. കാര്യം ഇതിന് എത്രത്തോളം പൈസ ചിലവാക്കണമെന്ന് പറഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് എനിക്കറിയാം. പക്ഷേ അതേസമയം ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ചെയ്തില്ല. കാര്യം 100% സിനിമയ്ക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് സമയവും ജീവിതവും മാറ്റിവെച്ച കുറച്ച് ടെക്നീഷ്യന്മാരും അതോടൊപ്പം തന്നെ എൻ്റെ നിർമ്മാണത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരും, പ്രത്യേകിച്ച് ക്യാമറമാൻ എൽബനോട് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. അദ്ദേഹം അത്രയും കഷ്ടപ്പെട്ടാണ് പണിയെടുത്തത്. പല ടേക്കുകളും പലതും സിംഗിൾ ടേക്കാണ്. അപ്പം എൽബൻ എനിക്കൊരു പേര് കിട്ടു, സിംഗിൾ ടേക്ക് സിംഗർ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും സിനിമ നന്നായി വന്നതിൽ സന്തോഷം. അപ്പോൾ അഭിനയിച്ചവർക്ക് എല്ലാവർക്കും 1000 നന്ദി സ്നേഹം അറിയിക്കുകയാണ്. ഇന്നിപ്പോൾ ഇവിടെ ഞാൻ വിളിച്ചപ്പോൾ എനിക്ക് തോന്നുന്നു ഇവർ ആദ്യമായിട്ട് പങ്കെടുക്കുന്ന ഒരു സിനിമയുടെ ട്രെയിലർ ആയിരിക്കും. അത് ഒരു സൗഹൃദം കൊണ്ടും അടുത്തിടെ പല വിഷയങ്ങളിലും ചില കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പം എനിക്ക് ഈ അടുത്ത തവണ ഭരണം മാറി വരാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലനിൽക്കാനും കോൺഗ്രസ് നിലനിൽക്കാനും വേണ്ടിയിട്ടാണ്, അല്ലാതെ ഒരു മറ്റാരെയും ദ്രോഹിക്കാൻ വേണ്ടിയിട്ടല്ല. ഞാൻ എല്ലായ്പ്പോഴും പ്രതിപക്ഷ സ്വരമായിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അത് മാത്രമാണ് കുറച്ച് പേർക്ക് എന്നോടുള്ള വിരോധം. അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് രാഷ്ട്രീയം കാണണ്ട. എൻ്റെ സൗഹൃദത്തിൻ്റെ ഭാഗമായിട്ട് വന്നവരാണ്. അവർക്ക് തീർത്താത്ത നന്ദി അറിയിക്കുകയാണ്. തിരക്കിനിടയിൽ ഒരു ഓടിയെത്തി. അതുകൊണ്ട് ഹൈബിചേട്ടനും ചണ്ടിച്ചേട്ടനും രണ്ടുപേർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി അറിയിക്കുകയാണ്. പിന്നെ ഒരുപാട് പേരെ വിളിച്ചു, പക്ഷേ പലരും പലവിധ കാരണങ്ങളാൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. അപ്പം സിനിമയുടെ പ്രിവ്യൂ സമയത്ത് വരും. പലരും പല ഷൂട്ടിലും മറ്റുമൊക്കെയാണ്. അപ്പം ഞാൻ വിളിച്ച് എന്നെ സ്നേഹം അറിയിച്ച മലയാള സിനിമയുടെ നിരവധി പ്രഗത്ഭ വ്യക്തിത്വങ്ങളുണ്ട്, ഗുരു കാരണവന്മാരുണ്ട്. എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. ലിസ്റ്റും ചേട്ടനും പ്രത്യേകം നന്ദി. അതോടൊപ്പം തന്നെ അഭിലാഷ് പിള്ള, രഞ്ജൻ, ഈ രണ്ടുപേരും എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ്, സിനിമയിൽ എൻ്റെ ഭാഗമാണ്. കാരണം ഒരു 6-7 വർഷക്കാലം മുന്നേ ഞങ്ങൾ ഒരുമിച്ച് കാണുന്ന സമയത്ത് അന്ന് രഞ്ജൻ മാത്രമാണ് മലയാള സിനിമയിൽ ജോസഫ് ചെയ്ത് ഏതെങ്കിലും രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ട് നിൽക്കുന്നത്. അഭിലാഷ് തൻ്റെ സ്വപ്നങ്ങളും ഞാൻ അന്ന് 2018 എഴുതിയ ഒരു ഫേസ്ബുക്ക് റൈറ്റപ്സ് ഉണ്ട്. അഭിലാഷ് മലയാള സിനിമ കീഴടക്കാൻ പോകുന്നു. ഈ അടുത്തിടെ ഞാൻ സംസാരിച്ചപ്പോഴും ഞാൻ പറഞ്ഞതാണ്, എല്ലാ ദിവസവും സിനിമ ചെയ്യാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്ന ഒരു വ്യക്തി. അയാൾ നിരവധി സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, നിരവധി പ്രോജക്റ്റുകൾ ഓണാക്കിക്കൊണ്ടിരിക്കുന്നു. മലയാള സിനിമയുടെ അഭിഭാജ്യ ഘടകമായി മലയാള സിനിമയിൽ നിലവിൽ റൈറ്റർമാരുടെ ഒരു അത്ഭുതമാണ് രഞ്ജൻ. കാര്യം 1 വർഷം 2 വർഷം എടുത്താൽ പോലും അഭിലാഷ്, കാര്യം 2 വർഷം കൊണ്ട് പോലും ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കാൻ കഴിയാത്തവർക്കിടയിൽ 2 ദിവസം കൊണ്ട് പ്രോജക്റ്റ് ഉണ്ടാക്കി ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട അഭിലാഷ് 1000 സ്നേഹം. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ 1000 സ്നേഹം. ബിഗ് ബോസിൽ എൻ്റെ ഒപ്പം മത്സരിച്ചവർ സെറീന, അതുപോലെ ശോഭ വന്നിട്ടുണ്ട്. ബിഗ് ബോസിലെ സീസൺ 5 മറ്റുള്ളവർ വന്നിട്ടുണ്ട്. എല്ലാവർക്കും ജാൻമണി ഒക്കെ ഞാൻ കാണുന്ന എല്ലാവർക്കും, വിഷ്ണു അതുപോലെ CCFലെ മെമ്പേഴ്സ്, പ്രിയപ്പെട്ട ഓൺലൈൻ സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി അറിയിക്കാനാണ് ഞാൻ വരുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു ചെറിയ സിനിമ മികച്ച ഷിജിചേട്ടൻ
സോറി ഇനി വിട്ടു, ഇനി തീത്തോട് കേൾക്കണം എല്ലാവരും. ഇനി ആരും പേര് ഞാൻ പറയുന്നില്ല. സച്ചിൻ ബേബി ഉൾപ്പെടെ, കേരള രഞ്ജി ക്യാപ്റ്റൻ സച്ചിൻ ഉൾപ്പെടെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും 1000 സ്നേഹം അറിയിക്കുകയാണ്. പേര് വിട്ടുപോയവരോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നന്ദി അറിയിക്കുകയാണ്. സിനിമ പരമാവധി എല്ലാവരും കണ്ട് വിജയിപ്പിക്കണം. അപ്പൊ രതീഷ് ഉൾപ്പെടെ എല്ലാവരും പിന്നെ പേരോട് ഓർമ്മ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും 1000 നന്ദി, താങ്ക് യു. അപ്പൊ ഞാൻ ഇവരെ ഒന്ന് വിടുകയാണ്. അതിനുശേഷം നമ്മുടെ സിനിമയിലെ മറ്റുള്ളവരുടെ നന്ദിയും ഒക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. താങ്ക് യു. താങ്ക് യു. അപ്പൊ നമ്മുടെ ചീഫ് ഗസ്റ്റ് ഇവിടുന്ന് മൂവിയാണ്.